ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലീഗൽ ഡയസ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രേഡ് ഇൻ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ അണ്ടറിൽ വരുന്ന ദ കോപ്പിറൈറ്റ്സ് ആക്ട് 1957 ബാലൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ജനറൽ പ്രിൻസിപ്പിൾസ് കോപ്പിറൈറ്റുമായിട്ട് ബന്ധപ്പെട്ടത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാമെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ദെൻ ഇതിനകത്ത് നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓതർ ആൻഡ് ഓണർഷിപ്പ് ഓഫ് കോപ്പിറൈറ്റ് എന്നുള്ളൊരു ടോപ്പിക്കാണ്. അപ്പം കോപ്പിറൈറ്റ് ആക്ടിൻ്റെ അകത്ത് ഒരിക്കലും ഒരു ഐഡിയയുടെ മേൽ കോപ്പിറൈറ്റ് കിട്ടത്തില്ല എന്നുള്ള കാര്യം നമ്മൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഒരു ഐഡിയയ്ക്ക് കോപ്പിറൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കോപ്പിറൈറ്റ് ആക്ട് റെക്കഗ്നൈസ് ചെയ്യില്ല. ആ ഒരു ഐഡിയയുടെ ഒറിജിനേറ്റർ എന്ന് പറയുന്നത് മേ നോട്ട് ബി ദ ഓണർ ഓഫ് ദ കോപ്പിറൈറ്റ്. ഒരു ഐഡിയ ആര് കൊണ്ടുവന്നോ അയാൾക്കല്ല കോപ്പിറൈറ്റ് കിട്ടുന്നത്. പകരം ആർക്കാണ്? ആ ഒരു ഐഡിയയെ കോൺക്രീറ്റ് ഫോമിലേക്ക് എത്തിക്കുന്നത് ആരാണോ ആ ഒരാൾക്കായിരിക്കും കോപ്പിറൈറ്റ് കിട്ടുന്നത്. ഇപ്പോൾ സപ്പോസ് നമ്മൾ ഇതിന് മുന്നേ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഒരാൾ ഒരു ക്ലാസ്സിൽ ഇപ്പോൾ പേറ്റൻ്റ് ആയിരുന്നു നമ്മൾ പറഞ്ഞതായിരുന്നു. ഒരു സാറ് വന്നിട്ട് ക്ലാസ്സിൽ ഒരു കാര്യം പഠിപ്പിച്ചു. ആ ഒരു പ്രിൻസിപ്പിൾ അനുസരിച്ച് ആ ഒരു ഐഡിയ കൊണ്ടുവന്നത് ആ ഒരു സാറിൻ്റെ ആണെന്ന് നമുക്ക് പറയാം. പക്ഷേ അത് കേട്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് അത് കേട്ടിട്ട് അതിൻ്റെ ഒരു വർക്കിംഗ് ഇൻവെൻഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഒരാൾക്ക് പേറ്റൻറ്റ് കിട്ടും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു നമ്മൾ കോപ്പിറൈറ്റിൻ്റെ കാര്യം പറയുമ്പോഴും ആ ഒരു ഐഡിയ ആർക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അയാളെ നമുക്ക് കോപ്പിറൈറ്റിൻ്റെ ഓണർ എന്ന് വിളിക്കാൻ പറ്റത്തില്ല. ആ ഒരു ഐഡിയ ഒരു കോൺക്രീറ്റ് ഫോമിലേക്ക് ആരാണോ കൊണ്ടുവരുന്നത് ആ ഒരാളെ നമുക്ക് കോപ്പിറൈറ്റിൻ്റെ ഓണർ എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് നമ്മൾ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഈ ഒരു ആക്ടിൻ്റെ തന്നെ സെക്ഷൻ 17 ഓതർ ഓഫ് ദ വർക്ക് ഈസ് ദ ഫസ്റ്റ് ഓണർ ഓഫ് ദ കോപ്പിറൈറ്റ് ഇൻ ദ വർക്ക് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു വർക്കിൻ്റെ കോപ്പിറൈറ്റിൻ്റെ അകത്ത് ഫസ്റ്റ് ഓണർ എന്ന് പറയുന്നത് ആരായിരിക്കും? ആ ഒരു വർക്കിൻ്റെ ഓതറാണ് എന്ന് സെക്ഷൻ 17 പറയുന്നുണ്ട്. സെക്ഷൻ 2 സബ്സെക്ഷൻ ഡിയിലാണ് ആരാണ് ഓതർ ഓഫ് ദ വർക്ക് എന്നുള്ളൊരു കാര്യം ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം ഇവിടെ നമ്മൾ ഈ ഓതർ എന്നുള്ള ഡെഫിനിഷനെ നോക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ നമ്മളവിടെ ചില പോയിൻറ്റ്സ് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ആദ്യം തന്നെ ഒരു ലിറ്റററി അല്ലെങ്കിൽ ഒരു ഡ്രാമറ്റിക് വർക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഓണർ ഓഫ് ദ കോപ്പിറൈറ്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു വർക്കിൻ്റെ ഓതർ തന്നെ ആയിരിക്കും അവിടുത്തെ കോപ്പിറൈറ്റിൻ്റെ ഓണർ എന്ന് പറയുന്നത്. അപ്പം ഒരു ലിറ്റററി അല്ലെങ്കിൽ ഒരു ഡ്രാമറ്റിക് വർക്ക് വരുമ്പോൾ ഉള്ള കാര്യമാണത് പറഞ്ഞത്. അപ്പോൾ അവിടെ ഒരു കേസ് നമുക്ക് നോക്കാം. ഹാഫിസ് വേഴ്സസ് അബ്ദുറഹ്മാൻ മഖ്ദൂമി എന്ന് പറഞ്ഞിട്ടൊരു കേസായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് കേരള ഹൈക്കോർട്ട് പറഞ്ഞതാണ് ഒരു ഖുർആൻ ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരാൾ, ആ ഒരാൾക്ക് ആ ഒരു ട്രാൻസ്ലേറ്റർക്ക് കോപ്പിറൈറ്റ് ആ ഒരു സെയിം ട്രാൻസ്ലേഷൻ്റെ മേൽ കോപ്പിറൈറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റും. നോട്ട് ഓവർ ദ ഖുറാൻ്റെ മേൽ ഒരു കോപ്പിറൈറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അയാളുടെ ആ ഒരു പെർട്ടിക്കുലർ ട്രാൻസ്ലേഷന് വേണ്ടിയിട്ട് ഒരു കോപ്പിറൈറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പം ആ ഒരു ഖുറാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്ലെയിൻറ്റിഫ് എന്ന് പറയുന്ന ആൾ ഇതിൻ്റെ അകത്ത് ഏകദേശം ഒരു 2 വർഷത്തോളം അതിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു 2 വർഷ കാലയളവിൽ അദ്ദേഹം പുതിയ വേർഡ്സ് കോയിൻ ചെയ്യുകയും അതിൻ്റെ ലിറ്റററി വർക്ക് അദ്ദേഹം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിലൂടെ ആ ഒരാൾക്ക് എന്ത് നേടാം? ആ ഒരു ട്രാൻസ്ലേഷൻ്റെ തന്നെ കോപ്പിറൈറ്റ് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഈ ഒരു അപ്പല്ലൻ്റ് ഇത് സെയിം വെർബാറ്റത്തിൽ ഇത് കോപ്പി ചെയ്യുകയും ചെയ്തു. അപ്പോൾ കോടതി പറഞ്ഞ കാര്യമാണ് ഈ ഒരു ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നതിൻ്റെ അകത്ത് ആ ഒരാളുടെ സ്കില്ലും ലേബറും ബ്രെയിനും ഇതെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം ഇതേ സെയിം, അതായത് നോർമൽ ഒരാളൊരു വർക്ക് എഴുതുമ്പോൾ എങ്ങനെയാണോ അതേ കാര്യം തന്നെയാണ് ഈ ട്രാൻസ്ലേഷൻ്റെ സമയത്തും അത്രയും വർക്കും എഫേർട്ടും തന്നെയാണ് അവരിടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരാൾക്ക് ഇതിൻ്റെ മേൽ ആ ഒരു ട്രാൻസ്ലേഷൻ്റെ മേൽ കോപ്പിറൈറ്റ് കിട്ടുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കോടതി ഇവിടെ എന്ത് ചെയ്തു? ഈ ഡിഫൻഡൻറ്റിനെതിരെ ആ ഒരു അപ്പല്ലൻറ്റിനെതിരെ ഒരു ഇൻജങ്ഷൻ ഓർഡർ കൊടുത്തു. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു പ്ലെയിൻറ്റിഫിൻ്റെ കാര്യമാണ് പറഞ്ഞത്. പ്ലെയിൻറ്റിഫ് ആയിരുന്നു ഈ ഖുർആൻ ട്രാൻസ്ലേറ്റ് ചെയ്തത്. അപ്പോൾ ആ ഡിഫൻഡൻറ്റിനെതിരെയാണ് ഒരു ഇൻജങ്ഷൻ ഓർഡർ ഇവിടെ കൊടുക്കുന്നത്. കാര്യം ഈ ഒരു ഡിഫൻഡൻറ്റ് ഇതേ കാര്യം തന്നെ കോപ്പി ചെയ്യുവാണ് ചെയ്തത്. അപ്പം ഇതിൻ്റെ ശരിക്കുള്ള ഓണർ എന്ന് പറയുന്നത് ആരാണ്? ആ കോപ്പിറൈറ്റിൻ്റെ ഓണർ ആരാണ്? ആ ഒരു ട്രാൻസ്ലേറ്റ് ചെയ്ത ആളാണ്. അയാളുടെ അടുത്ത് നിന്ന് അതേപോലെ കോപ്പി ചെയ്ത അപ്പല്ലൻ്റ് അല്ലെങ്കിൽ ആ ഒരു ഡിഫൻഡൻറ്റിന് ഇവിടെ ആ ഒരു കോപ്പിറൈറ്റ് കിട്ടത്തില്ല. അയാളത് കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെൻ്റ് ആണ് അവിടെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ഇൻജങ്ഷൻ അയാൾക്കെതിരെ ഗ്രാൻഡ് ചെയ്യുന്നത്.
അപ്പോൾ അതാണ് ആദ്യം പറഞ്ഞത്, ഒരു ഡ്രാമറ്റിക് അല്ലെങ്കിൽ ഒരു ലിറ്റററി വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു കോപ്പിറൈറ്റിൻ്റെ ഓണർ എന്ന് പറയുന്നത് ആ വർക്കിൻ്റെ ഓതറാണ്. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മ്യൂസിക്കൽ വർക്ക് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു മ്യൂസിക്കൽ വർക്കിൻ്റെ കമ്പോസറിനെ ആയിരിക്കും നമ്മൾ കോപ്പിറൈറ്റിൻ്റെ ഓണർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓരോന്നും ഓർക്കുക. അതായത് ഒരു ലിറ്റററി ഡ്രാമറ്റിക് വന്നു കഴിഞ്ഞാൽ ആ ഒരു വർക്കിൻ്റെ ഓതർ, അതേസമയം മ്യൂസിക്കൽ വർക്ക് ആണെങ്കിൽ ആ വർക്കിൻ്റെ കമ്പോസറായിരിക്കും കോപ്പിറൈറ്റിൻ്റെ ഓണർ എന്ന് പറയുന്നത്. അവിടെയും ഒരു കേസ് പറയാനുണ്ട്, SR ജയലക്ഷ്മി വേഴ്സസ് മെറ്റാ മ്യൂസിക്കൽസ് എന്ന് പറയുന്നൊരു കേസാണ്. ഇതിൻ്റെ അകത്ത് ഈ ഒരു കമ്പോസർ, ഈ മ്യൂസിക്കൽ വർക്ക്, ഒരു പെർട്ടിക്കുലർ സോങ്ങിൻ്റെ മ്യൂസിക്കൽ വർക്ക് ചെയ്ത ആ ഒരു കമ്പോസർ, ആ ഒരാൾ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ട്യൂൺ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ ആ ഒരു പെർട്ടിക്കുലർ സോങ്ങിന് പ്രോപ്പറായിട്ടുള്ളൊരു മ്യൂസിക് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ, ആ ഒരു ട്യൂൺ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ആ ഒരു കോപ്പിറൈറ്റിൻ്റെ ഓണർ എന്ന് പറയുന്നത് ആരാണ്? ആ ഒരു കമ്പോസറാണ്. അപ്പം ഈ ഒരു കേസിൽ കമ്പോസർ ഹു പ്രൊവൈഡഡ് പെർട്ടിക്കുലർ മ്യൂസിക് ആൻഡ് ട്യൂൺ ഫോർ സിംഗിങ് ഡിവോഷണൽ സോങ് വാസ് ഹെൽഡ് ടു ബി ദ ഓണർ ഓഫ് ദ കോപ്പിറൈറ്റ് ഇൻ ദാറ്റ് മ്യൂസിക്കൽ വർക്ക്. അപ്പം നോർമലി ഉള്ള കാര്യം എന്താ പറയുന്നത്, ഒരു കമ്പോസർ ആണ് ഈ ഒരു മ്യൂസിക്കൽ വർക്കിൻ്റെ കാര്യത്തിൽ ആ ഒരു പെർട്ടിക്കുലർ ട്യൂൺ കൊടുക്കുന്ന ആളായിരിക്കും അതിൻ്റെ ഓണർ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ കേസിൽ എന്താണ്, ഒരു ഡിവോഷണൽ സോങ്ങിന് വേണ്ടിയിട്ട് ട്യൂണും അതിൻ്റെ പെർട്ടിക്കുലർ മ്യൂസിക്കും പ്രൊവൈഡ് ചെയ്തത് കമ്പോസറാണ്. സോ കോപ്പിറൈറ്റ് ഓണർ എന്ന് പറയുന്നത് ആരായിരിക്കും? ആ ഒരു കമ്പോസർ ആയിരിക്കും. ഇനി അതേപോലെ തന്നെ ഒരു ആർട്ടിസ്റ്റിക് വർക്ക് ആണെന്നുണ്ടെങ്കിൽ, ഫോട്ടോഗ്രാഫ് അല്ലാത്ത ആർട്ടിസ്റ്റിക് വർക്ക് ആണെന്നുണ്ടെങ്കിൽ ആ കോപ്പിറൈറ്റിൻ്റെ ഓണർ ആരാണ്? ആ ഒരു ആർട്ടിസ്റ്റാണ്. ഇനി ഫോട്ടോഗ്രാഫിൻ്റെ കോപ്പിറൈറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലോ, ആരാണോ ആ ഫോട്ടോ എടുക്കുന്നത് ആ ഒരാളായിരിക്കും ഈ ഒരു കോപ്പിറൈറ്റിൻ്റെ ഓണർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഒരു സിനിമാറ്റോഗ്രാഫ് ഫിലിമിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു കോപ്പിറൈറ്റിൻ്റെ ഓണർ എന്ന് പറയുന്നത് ആരായിരിക്കും? പ്രൊഡ്യൂസറായിരിക്കും ആ ഒരു കോപ്പിറൈറ്റിൻ്റെ ഓണറായിട്ട് വരുന്നത്. ദെൻ സൗണ്ട് റെക്കോർഡിങ്ങിൻ്റെ കാര്യത്തിലും ഇതേപോലെ തന്നെ പ്രൊഡ്യൂസറാണ് ഓണർ ഓഫ് ദ കോപ്പിറൈറ്റ് എന്ന് പറയുന്നത്. ഇനി അതല്ലാതെ ലിറ്റററി, ഡ്രാമറ്റിക്, മ്യൂസിക്കൽ ഓർ ആർട്ടിസ്റ്റിക് വർക്ക് ഇതെല്ലാം കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആയിട്ടുള്ളൊരു വർക്ക് ആണെന്നുണ്ടെങ്കിൽ ആ സാഹചര്യത്തിൽ ആരാണോ ഇത് കമ്പ്യൂട്ടർ വഴി ഇത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കാരണക്കാരനായത് ആ ഒരാളായിരിക്കും ഓണർ ഓഫ് ദ കോപ്പിറൈറ്റ്. അപ്പോൾ നമ്മൾ ഈ ഒരു കോപ്പിറൈറ്റിൻ്റെ ഓണർഷിപ്പ് ആർക്കാണ് കിട്ടുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ആദ്യം എന്താ പറഞ്ഞത്, അങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഫസ്റ്റ് ഓണർ എന്ന് പറയുന്നത് ആരായിരിക്കും? ആ ഒരു പെർട്ടിക്കുലർ വർക്കിൻ്റെ ഓതറായിരിക്കും. അപ്പോൾ ഓതറുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഓരോ ഏരിയാസ് ഉണ്ട് ഇതിന് തന്നെ, കോപ്പിറൈറ്റിന് തന്നെ. അതായത് മ്യൂസിക്കൽ വർക്കിൻ്റെ കാര്യത്തിൽ, ലിറ്റററി അല്ലെങ്കിൽ ഡ്രാമറ്റിക് വർക്ക്, ദെൻ സിനിമാറ്റോഗ്രാഫ്, ഫിലിം, ഇങ്ങനെയുള്ള പല പല കാറ്റഗറീസിൻ്റെ അകത്തും കോപ്പിറൈറ്റ് കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മൾ ഓരോ കേസ് എടുത്ത് പറയുവാണ്. അതായത് ലിറ്റററി അല്ലെങ്കിൽ ഡ്രാമറ്റിക് വർക്ക് വന്നു കഴിഞ്ഞാൽ വർക്കിൻ്റെ ഓതർ, മ്യൂസിക്കൽ വർക്കാണെങ്കിൽ കമ്പോസർ. ഇനി ആർട്ടിസ്റ്റിക് വർക്ക് ആണെന്നുണ്ടെങ്കിൽ, ഫോട്ടോഗ്രാഫ് അല്ലാതെ മറ്റ് ആർട്ടിസ്റ്റിക് വർക്ക് ആണെന്നുണ്ടെങ്കിൽ ആർട്ടിസ്റ്റാണ് അവിടെ കോപ്പിറൈറ്റിൻ്റെ ഓണർ. അതിനുശേഷം എന്താണ്, ഒരു ഫോട്ടോഗ്രാഫ് ആണെന്നുണ്ടെങ്കിൽ ആരാണോ ഫോട്ടോഗ്രാഫ് എടുക്കുന്നത് ആ ഒരാളാണ്. അത് കഴിഞ്ഞ് ഒരു സിനിമാറ്റോഗ്രാഫ് ഫിലിമോ അതുപോലെ തന്നെ സൗണ്ട് റെക്കോർഡിങ്ങോ വന്നു കഴിഞ്ഞാൽ ആരായിരിക്കും? അവിടെ പ്രൊഡ്യൂസറായിരിക്കും ഓണർ എന്ന് പറയുന്നത്. ദെൻ ഇതെല്ലാം ഇനി കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ആരാണോ അത് ആ ഒരു വർക്ക് ക്രിയേറ്റഡ് ആകാൻ കാരണക്കാരനാകുന്നത്, ദ പേഴ്സൺ ഹു കോസസ് ദ വർക്ക് ടു ബി ക്രിയേറ്റഡ്, ആ ഒരാളെ ആയിരിക്കും കോപ്പിറൈറ്റിൻ്റെ ഓണർ എന്ന് വിളിക്കുന്നത്. ഇനി ഇപ്പം നമ്മൾ പറയുന്നതൊക്കെ ജനറൽ പ്രിൻസിപ്പിളാണ്, ഒരു കോപ്പിറൈറ്റിൻ്റെ ഓണർഷിപ്പായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ജനറൽ പ്രിൻസിപ്പിൾസാണ്. ഇനി ഈ പറയുന്ന ജനറൽ പ്രിൻസിപ്പിൾസിന് ചില എക്സെപ്ഷൻസ് വരുന്നുണ്ട്. അതാണ് നമുക്കിനി നോക്കാനുള്ളത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഫസ്റ്റ് എക്സെപ്ഷൻ നോക്കാം. ഒരു ലിറ്റററി അല്ലെങ്കിൽ ഡ്രാമറ്റിക്കൽ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് വർക്ക് ഒരു ഓതർ മേക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതെപ്പോഴാണ്? ഇൻ ദ കോഴ്സ് ഓഫ് ഹിസ് എംപ്ലോയ്മെൻറ്റ് ബൈ ദ പ്രൊപ്പറേറ്റർ ഓഫ് എ ന്യൂസ് പേപ്പർ, magazine or the periodical under a contract of service or apprenticeship for the purpose of publication in the newspaper, magazine or periodical, the said proprietor will be the first owner of the copyright in the absence of any agreement to the contrary. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ലിറ്റററിയോ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു ഡ്രാമറ്റിക് ആയിട്ടുള്ളൊരു വർക്ക് ഒരു ഓതർ മേക്ക് ചെയ്യുകയാണ്. എപ്പോഴാണ് മേക്ക് ചെയ്യുന്നത്? അയാൾ ഒരു പ്രൊപ്പറേറ്ററിൻ്റെ അണ്ടറിൽ എംപ്ലോയ്മെൻറ്റ് ഒരു നോക്കുന്ന സമയത്താണ്.
അപ്പം ഈ ഒരു ഓതർ എന്ന് പറയുന്നത് എംപ്ലോയിയും അയാളുടെ എംപ്ലോയറായിട്ട് ഒരു ന്യൂസ് പേപ്പറിൻ്റെയോ അല്ലെങ്കിൽ ഒരു മാഗസിൻ്റെയോ അല്ലെങ്കിൽ ഒരു പീരിയോഡിക്കലിൻ്റെയോ പ്രൊപ്പറേറ്ററാണ് ഉള്ളത്, ഈ ഒരു ഓതറിൻ്റെ എംപ്ലോയറായിട്ട്. അപ്പോൾ ആ ഒരാളുടെ അണ്ടറിൽ എംപ്ലോയ്മെൻറ്റ് നോക്കുന്ന സമയത്ത് ഓതർ ഒരു ലിറ്ററിയോ ഡ്രാമറ്റിക്കോ ആർട്ടിസ്റ്റിക് വർക്കോ ക്രിയേറ്റ് ചെയ്യുവാണ്. അപ്പം ഇത് എപ്പോഴാണ് ഇവർ തമ്മിലൊരു കോൺട്രാക്റ്റ് ഓഫ് സർവീസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു അപ്രന്റൈസ്ഷിപ്പ്, അതായത് ഈ ഒരാളുടെ അണ്ടറിൽ വർക്ക് ചെയ്തോളാം, ഇത്ര നാളത്തേക്ക് വർക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടൊരു കോൺട്രാക്റ്റ് ഉണ്ട്. അപ്പം അതെന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരാൾ ഇത് മേക്ക് ചെയ്യുന്നത്, ഈ ഒരു ലിറ്ററിയോ ഡ്രാമറ്റിക്കോ ആർട്ടിസ്റ്റിക് വർക്കോ മേക്ക് ചെയ്യുന്നത്? അത് ആ ഒരു ന്യൂസ് പേപ്പറാണോ അല്ലെങ്കിൽ മാഗസിനാണോ പീരിയോഡിക്കലാണോ എന്താണോ അവിടെ അതിൻ്റെ അകത്ത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ മേക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇതിൻ്റെ ഫസ്റ്റ് ഓണർ എന്ന് പറയുമ്പോൾ ആരായിരിക്കും? നമ്മൾ നോർമലി നോക്കുകയാണെങ്കിൽ ആരാണ്? ആ എഴുതുന്ന ആളായിരിക്കും, ആ ഒരു ഓതറായിരിക്കും അവിടുത്തെ ഓണർ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഫസ്റ്റ് ഓണർ ഓഫ് ദ കോപ്പിറൈറ്റ് എന്ന് പറയുന്നത് ആ ഒരു പ്രൊപ്പറേറ്റർ ആയിരിക്കും. ഇൻ ദ ആബ്സെൻസ് ഓഫ് എനി എഗ്രിമെൻറ്റ് ടു ദ കോൺട്രറി, അതായത് ഈ പറഞ്ഞതിന് നോർമലി അങ്ങനെയാണ്. ഫസ്റ്റ് ഓണർ എന്ന് പറയുന്നത് ആരായിരിക്കും? പ്രൊപ്പറേറ്റർ ആയിരിക്കും. എപ്പോഴാണ് ഈ ഒരു ഇതിന് കോൺട്രറി ആയിട്ട് ഒരു എഗ്രിമെൻറ്റ് ഉണ്ടാവാത്തിടത്തോളം കാലം, അതായത് ഇപ്പോൾ എഗ്രിമെൻറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ത്, ഇങ്ങനൊരു വർക്ക് മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓതറിന് തന്നെ അതിൻ്റെ കോപ്പിറൈറ്റിൻ്റെ ഓണർഷിപ്പ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓതറിന് മാത്രമേ കിട്ടത്തുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു കോൺട്രാക്റ്റ് ഇല്ലാത്തിടത്തോളം കാലം, ആ ഒരു എഗ്രിമെൻറ്റ് ഇല്ലാത്തിടത്തോളം കാലം ആർക്കായിരിക്കും ആ ഒരു കോപ്പിറൈറ്റിൻ്റെ ഓണർ എന്ന് പറയുന്നത്? ഫസ്റ്റ് ആ ഒരു പ്രൊപ്പറേറ്റർ ആയിരിക്കും ഫസ്റ്റ് ഓണർ ഓഫ് ദ കോപ്പിറൈറ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ നോക്കാനുള്ളതാണ് VT തോമസ് വേഴ്സസ് മനോരമ എന്ന് പറയുന്നൊരു കേസ്. അപ്പം ഇതിൻ്റെ അകത്ത് ഈ VT തോമസ് എന്ന് പറയുന്നത് ഒരു ഫേമസ് കാർട്ടൂണിസ്റ്റാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് മലയാള മനോരമ കമ്പനി ലിമിറ്റഡിൻ്റെ അകത്തായിരുന്നു ഇദ്ദേഹം എംപ്ലോയ്ഡ് ആയിട്ടുണ്ടായിരുന്നത്. 1967 ആ ഒരു ടൈമിലാണ് ഇദ്ദേഹം അവിടെ വർക്ക് ചെയ്തിരുന്നത്. അപ്പം ഈ ഇദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണ് എംപ്ലോയ്ഡ് ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാർട്ടൂൺ വരയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം കാർട്ടൂണിസ്റ്റ് ആണല്ലോ. അപ്പോൾ ബോബൻ ആൻഡ് മോളി എന്ന് പറഞ്ഞിട്ട് ഈ മനോരമയുടെ തന്നെ വീക്ക്ലിക്കകത്ത് ഒരു കാർട്ടൂൺ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തിനെ അവർ ജോലിക്ക് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു മലയാള മനോരമ ആ ഒരു കമ്പനി ലിമിറ്റഡിൽ നിന്ന് ഇദ്ദേഹം റിട്ടയറായി. 1987 ജൂൺ 30 റിട്ടയർ ആവുന്നത്. അപ്പോൾ റിട്ടയർമെൻറ്റിന് ശേഷവും ഇദ്ദേഹം എന്ത് ചെയ്തു? ഈ ഒരു അദ്ദേഹത്തിൻ്റെ ആർട്ടിസ്റ്റിക് പ്രൊഡക്ഷൻസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. അത് വേറൊരു പബ്ലിക്കേഷനായിട്ടുള്ള കലാകൗമുദിക്കകത്ത് ഇതുപോലെ ഇദ്ദേഹത്തിൻ്റെ ആർട്ടിസ്റ്റിക് പ്രൊഡക്ഷൻസും പ്രസൻറ്റേഷൻസും ഒക്കെ വരാൻ തുടങ്ങി. അപ്പോൾ മനോരമ എന്ത് ചെയ്തു? ഇവരൊരു സ്യൂട്ട് ഫയൽ ചെയ്യുകയാണ്. ഇവരുടെ ആ ഒരു ചൈൽഡിഷ് ക്യാരക്ടേഴ്സ്, അതായത് ബോബൻ ആൻഡ് മോളി എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടേഴ്സിനെ വരച്ചിട്ടുള്ള ആ ഒരു ഡ്രോയിങ്ങിൻ്റെ കോപ്പി റൈറ്റ് ഇൻഫ്രിഞ്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ടായിരുന്നു, ഈ ഒരു അപ്പല്ലൻ്റെ ഇൻഫ്രിഞ്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇവർ സ്യൂട്ട് ഫയൽ ചെയ്യുന്നത്. എന്നിട്ട് ഒരു ഇൻ്ററിം ഇൻജങ്ഷൻ ഓർഡർ ടോംസിനെതിരായിട്ട്, അതായത് ഈ തോമസിനെതിരായിട്ട് വാങ്ങിക്കുവാണ്. അപ്പം ഈ ഇങ്ങനൊരു ഓർഡർ, ഇൻ്ററിം ഇൻജങ്ഷൻ ഓർഡർ വന്നപ്പോഴത്തേക്കും ഇദ്ദേഹം എന്ത് ചെയ്ത് കാണും? അപ്പീൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അപ്പീൽ ഡിസൈഡ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമാണ്, ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് അത് മേക്ക് ചെയ്തതും അതുപോലെ തന്നെ മനോരമയിലാണ് പബ്ലിഷ് ചെയ്തിരുന്നത്. ഡ്യൂറിങ് ദ ടൈം ഹി വാസ് എൻ എംപ്ലോയി ഓഫ് മനോരമ. അപ്പം മനോരമയുടെ എംപ്ലോയി ആയിരുന്ന സമയത്തായിരുന്നു ഇയാളിത് മേക്ക് ചെയ്തതും അത് മനോരമയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കോപ്പി റൈറ്റ് എന്ന് പറയുന്നത് ആർക്കായിരിക്കും? മനോരമയ്ക്കായിരുന്നു. അവിടെ ഈ പറയുന്ന ടോമിനോ അല്ലെങ്കിൽ പബ്ലിഷർക്കോ ഈ ഒരു റൈറ്റ് അവിടെ കിട്ടുന്നില്ല. ആ ഒരു കാർട്ടൂൺസിനെ ഈ പറഞ്ഞ ടോംസ് വരച്ചതും അതുപോലെ തന്നെ മനോരമ പബ്ലിഷ് ചെയ്തതുമായ ആ ഒരു കാർട്ടൂൺ സീരീസിനെ റീപബ്ലിഷ് ചെയ്യാനുള്ള ഒരു റൈറ്റും രണ്ടുപേർക്കും ഇല്ല. തോമസിനും ഇല്ല, അതുപോലെ തന്നെ മറ്റ് പബ്ലിഷേഴ്സിനും ഇല്ല. ആർക്ക് മാത്രമാണുള്ളത്? മനോരമയ്ക്ക് മാത്രമാണുള്ളതെന്നാണ് പറഞ്ഞത്. അപ്പം ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ പ്രൊഡക്ഷൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദർ ഈസ് നോ ഇൻഹിബിഷൻ അറൈസിങ് ഔട്ട് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി സാങ്ഷൻ അണ്ടർ സെക്ഷൻ 17 സബ്സെക്ഷൻ C. അതായത് ഇദ്ദേഹത്തിന് ഇനി അങ്ങോട്ട് എന്തെങ്കിലും ഇതുപോലെ പ്രൊഡക്ഷൻസ് ചെയ്യാൻ പറ്റുമോ എന്നാണെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നുമില്ല. അപ്പം സെക്ഷൻ 17 സബ്സെക്ഷൻ C പ്രകാരം ഈ ഒരു സ്റ്റാറ്റ്യൂട്ടറി സാങ്ഷനിൽ നിന്ന് എറൈസ് ചെയ്യുന്ന തരത്തിലുള്ള യാതൊരു ഇൻഹിബിഷൻസ്, അതായത് അയാൾക്ക് ഇനിയും ഫെർദറായിട്ട് പ്രൊഡക്ഷൻസ് അല്ലെങ്കിൽ പുതിയ പുതിയ ക്രിയേഷൻസ് കൊണ്ടുവരുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഹി ഈസ് ഫ്രീ ടു ഡ്രോ. അദ്ദേഹത്തിന് ഏത് വേണമെങ്കിലും വരയ്ക്കാനായിട്ട് അദ്ദേഹം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും.
അപ്പം അദ്ദേഹത്തിൻ്റെ ബ്രഷ് എടുത്ത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഇത് വരയ്ക്കാനും ഫിഗേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ടും ക്യാരക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ടും പറ്റും. അപ്പം അദ്ദേഹത്തിന് ആഗ്രഹമുള്ളതുപോലെ ക്യാരക്ടേഴ്സിന് ലൈഫ് കൊടുക്കാം. അവരെ ഏത് രീതിയിൽ മീഡിയയിൽ പ്രസൻറ്റ് ചെയ്യണോ ആ ഒരു രീതിയിൽ തന്നെ ഏത് വീക്ക്ലിയിൽ അല്ലെങ്കിൽ എങ്ങനെയാണോ പബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ പബ്ലിഷ് ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ ഇവിടെ തന്നെ ഒരു ടെർമിനേഷൻ ഓഫ് എംപ്ലോയ്മെൻ്റ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ ടെർമിനേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയി, അതായത് ആരുടെ അണ്ടറിലാണോ വർക്ക് ചെയ്യുന്നത്, ഈ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ആളെയാണ് നമ്മൾ എംപ്ലോയി എന്ന് വിളിക്കുന്നത്. ആരുടെ അണ്ടറിലാണോ ആ ഒരു മെയിനായിട്ട് ടോപ്പിൽ നിൽക്കുന്നത്, അവർക്ക് ജോലി കൊടുക്കുന്ന ആ ഒരാളാണ് എംപ്ലോയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആ ടെർമിനേറ്റഡ് ആകുന്ന എംപ്ലോയി ആണ് ആ ഒരു അദ്ദേഹം സബ്സിക്വൻ്റ് ആയിട്ട് അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന വർക്കുകളുടെ കോപ്പിറൈറ്റിൻ്റെ ഓണർഷിപ്പ് കിട്ടാനായിട്ട് ബാധ്യസ്ഥനാകുന്നത് ആ ഒരു ടെർമിനേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയി ആയിരിക്കും. ഇനി അവിടെ ആ ഒരു ഫോർമർ എംപ്ലോയറിന്, അതായത് ഈ ഒരാളെ ഇതിനു മുന്നേ ആരുടെ അണ്ടറിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഇപ്പം മനോരമയും ആ ഒരു കലാകൗമുദിയുടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനോരമയാണ് ഫോർമർ എംപ്ലോയർ എന്ന് പറയുന്നത്. ആ ഒരു ഫോർമർ എംപ്ലോയർക്ക് സബ്സിക്വൻ്റ് വർക്ക്, ആ ഒരാൾ ക്രിയേറ്റ് ചെയ്യുന്ന സബ്സിക്വൻ്റ് വർക്കിൽ കോപ്പിറൈറ്റ് കിട്ടത്തില്ല. അതാണ് ഇവിടെ പറയുന്നൊരു കാര്യം. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വർക്ക് ഒരു എംപ്ലോയി ചെയ്തൊരു വർക്കാണ്, അപ്പം അത് അയാളുടെ തന്നെ ടൈമിലാണ് അയാൾ ചെയ്യുന്നത്, അല്ലാതെ മറ്റൊരാളുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന സമയത്തല്ല, ഒരു കോഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ സമയത്തല്ല ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു വർക്കിൻ്റെ ഓണർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു കോപ്പിറൈറ്റ് കിട്ടുന്നത് ആർക്കാണ്? ആ ഒരു എംപ്ലോയിക്ക് തന്നെ ആയിരിക്കും, എംപ്ലോയറിന് പോകത്തില്ല. അതുപോലെ തന്നെ പറഞ്ഞ കാര്യമാണ്, ടെർമിനേഷൻ ആയി കഴിഞ്ഞാൽ സബ്സിക്വൻ്റ് ആയിട്ട് ചെയ്യുന്ന വർക്കുകളുടെയൊക്കെ കോപ്പിറൈറ്റ് ആ ഒരു എംപ്ലോയിക്ക് തന്നെയാണ്, അല്ലാതെ ആ എംപ്ലോയറിന് അല്ല കിട്ടുന്നത്. ആ ഒരു എംപ്ലോയി എന്നുള്ള കൺസെപ്റ്റ് ആദ്യം ക്ലിയർ ആക്കുക, അപ്പോഴേ നിങ്ങൾക്ക് ആ ഒരു കേസ് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ ആദ്യത്തെ ഒരു കാര്യം അത് തന്നെയാണ്, ഒരു ലിറ്റററി ഡ്രാമറ്റിക് ആർട്ടിസ്റ്റിക് വർക്ക് ഒരു ഓതർ മേക്ക് ചെയ്യാണ് കോഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ സമയത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊപ്പറേറ്റർ, അതിപ്പോൾ ന്യൂസ് പേപ്പറിൻ്റെയോ മാഗസിൻ്റെയോ പീരിയോഡിക്കലിൻ്റെയോ ഏതെങ്കിലും ഒരു പ്രൊപ്പറേറ്ററിൻ്റെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. ആ ഒരു പ്രൊപ്പറേറ്ററിനെയാണ് ഇവിടുത്തെ എംപ്ലോയർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ കോഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വർക്കിന് ആർക്കായിരിക്കും കോപ്പിറൈറ്റിൻ്റെ ഫസ്റ്റ് ഓണർ എന്ന് പറയുന്ന ആ ഒരു പ്രൊപ്പറേറ്റർ ആയിരിക്കും. അങ്ങനെയാണ് VT തോമസ് വേഴ്സസ് മനോരമ എന്ന് പറയുന്ന ഒരു കേസ് വന്നത്. അപ്പോൾ അപ്പീൽ പോയപ്പോൾ കോടതി പറഞ്ഞ എന്താണ്, മനോരമയ്ക്കാണ് കോപ്പിറൈറ്റ് അവിടെ വരുന്നത്, അല്ലാതെ ആ ഒരു തോമസിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പബ്ലിഷർക്കോ അത് റീപബ്ലിഷ് ചെയ്യാനായിട്ടുള്ള യാതൊരു റൈറ്റും ഇല്ല. പക്ഷെ ആ ഒരാൾക്ക് ഇനി ഫെർദർ വേറെ ക്രിയേഷനൊന്നും കൊണ്ടുവരാനായിട്ട് പ്രത്യേകിച്ച് തടസ്സങ്ങളോ അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ല. അദ്ദേഹത്തിന് ഫ്രീ ആയിട്ട് ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ പറഞ്ഞൊരു കാര്യം എന്താണ്, ഒരു ടെർമിനേഷൻ്റെ കാര്യം വരികയാണെങ്കിൽ, എംപ്ലോയ്മെൻറ്റിൻ്റെ ടെർമിനേഷൻ്റെ കാര്യം വന്നു കഴിഞ്ഞാൽ ടെർമിനേറ്റഡ് എംപ്ലോയിക്ക് അയാളുടെ സബ്സിക്വൻറ്റ് വർക്കിൽ ഓണർഷിപ്പ് കിട്ടും. ആ ഒരു കോപ്പിറൈറ്റിൻ്റെ ഓണർഷിപ്പ് ആ ഒരു എംപ്ലോയിക്കാണ്. അവിടെ ആർക്ക് കിട്ടുന്നില്ല? ഫോർമർ എംപ്ലോയർക്ക് കോപ്പിറൈറ്റ് കിട്ടുന്നില്ല. ഇനി കോഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ സമയത്തല്ലാതെ അദ്ദേഹത്തിൻ്റെ തന്നെ ടൈമിലാണ് ആ ഒരു എംപ്ലോയി ആ ഒരു വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആർക്കാണ് അതിൻ്റെ കോപ്പിറൈറ്റ്? ആ ഒരു എംപ്ലോയിക്ക് തന്നെയാണ് കിട്ടുന്നത്. ഇനി ഇതിപ്പോൾ നമ്മൾ പറഞ്ഞത് ലിറ്റററി ആർട്ടിസ്റ്റിക് ഡ്രാമറ്റിക് വർക്കിൻ്റെ കാര്യമാണ്. രണ്ടാമത് നോക്കുകയാണത് ഇപ്പോൾ ഒരു ഫോട്ടോഗ്രാഫോ പെയിൻറ്റിങ്ങോ അല്ലെങ്കിൽ പോർട്രേറ്റോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആർക്കാണ് അത് വരുന്നത്? അപ്പം ഇപ്പോൾ ഒരു ഫോട്ടോഗ്രാഫ് എടുത്തു, അല്ലെങ്കിൽ ഒരു പെയിൻറ്റിങ് അല്ലെങ്കിൽ പോർട്രേറ്റ് ഒക്കെ വരയ്ക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കൊത്തുപണികളൊക്കെ ചെയ്യുവാണ്, എൻഗ്രേവ് ചെയ്ത് വെക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സിനിമാറ്റോഗ്രാഫ് ഫിലിം ഒക്കെ മേക്ക് ചെയ്തു. അപ്പോൾ അങ്ങനെ വരുമ്പം അവിടെ ഒരു വാല്യുബിൾ ഒരു കൺസിഡറേഷന് വേണ്ടിയിട്ടാണ് ആ ഒരാളത് ചെയ്യുന്നത്. അപ്പം ആ ഒരാളെ നമുക്ക് ഫസ്റ്റ് ഓണർ ഓഫ് കോപ്പിറൈറ്റ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എനി എഗ്രിമെൻറ്റ് ടു ദ കോൺട്രറി. അപ്പോൾ നമ്മൾ എല്ലായിടത്തും ആ ഒരു കാര്യം പറയണം, അതായത് അതിന് വിപരീതമായിട്ടൊരു കോൺട്രാക്റ്റ് ഇല്ലാത്തടത്തോളം കാലം ആരാണ് ഈ കൺസിഡറേഷന് വേണ്ടി ഇത് ചെയ്യുന്നത്, ആ ഒരാളായിരിക്കും ഇതിൻ്റെ ഫസ്റ്റ് ഓണർ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത് നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് ഇൻ ദ കോഴ്സ് ഓഫ് ദ ഓതേഴ്സ് എംപ്ലോയ്മെൻറ്റ് അണ്ടർ എ കോൺട്രാക്ട് ഓഫ് സർവീസ്, ദ എംപ്ലോയർ വിൽ ബി ദ ഫസ്റ്റ് ഓണർ ഓഫ് ദി കോപ്പിറൈറ്റ്. അപ്പോൾ അവിടെയും ഇൻ ദ ആബ്സെൻസ് ഓഫ് എ കോൺട്രാക്ട് ദ കോൺട്രറി എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഓതറിൻ്റെ എംപ്ലോയ്മെൻറ്റ്, ഒരു കോൺട്രാക്ട് ഓഫ് സർവീസിൻ്റെ അണ്ടറിൽ ഒരു എംപ്ലോയർ ഒരു കോൺട്രാക്ട് ഓഫ് സർവീസ് വെച്ചിട്ടുണ്ട്, അതിൻ്റെ അണ്ടറിലാണ് ഒരു ഓതർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഒരു വർക്ക് മേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെയും നോർമലി ആർക്കാണ് ഫസ്റ്റ് ഓണർ എന്ന് പറയുന്നത്? ആ ഒരു എംപ്ലോയർ ആയിരിക്കും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അതിന് കോൺട്രറി ആയിട്ട്, അതിന് വിപരീതമായിട്ട് ഒരു എഗ്രിമെൻ്റ് അവിടെ ഉണ്ടായിരിക്കണം. അല്ലാത്തടത്തോളം കാലം നോർമലി ആരായിരിക്കും? ആ ഒരു എംപ്ലോയർ ആയിരിക്കും അടുത്ത ഫസ്റ്റ് ഓണർ എന്ന് പറയുന്നത്. ദെൻ നാലാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരു
ഒരാൾക്ക് ഒരു എന്തെങ്കിലും ഒരു അഡ്രസ്സ് അല്ലെങ്കിൽ ഒരു സ്പീച്ച് അയാൾ പബ്ലിക്കിൽ ഒരു സ്പീച്ച് ഡെലിവർ ചെയ്തു. അപ്പോൾ അങ്ങനെ വരുമ്പം ആ ഒരാളായിരിക്കും ആ ഒരു കോപ്പിറൈറ്റിൻ്റെ ഫസ്റ്റ് ഓണർ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു അഡ്രസ്സ് അല്ലെങ്കിൽ സ്പീച്ച് ഡെലിവേർഡ് ആവുന്നത് ഓൺ ദ ബിഹാഫ് ഓഫ് എനി അതർ പേഴ്സൺ ആണ്. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ സച്ച് അതർ പേഴ്സൺ വിൽ ബി ദ ഓണർ ഓഫ് ദി കോപ്പിറൈറ്റ്. അതായത് വേറൊരാളുടെ ബിഹാഫിലാണ് ഈ ഒരാൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ആരുടെ ബിഹാഫിലാണോ ചെയ്യുന്നത് ആ ഒരു അതർ പേഴ്സണെ ആയിരിക്കും നമ്മൾ എന്തെന്ന് പറയുന്നത് ഈ ഒരു കോപ്പിറൈറ്റിൻ്റെ ഓണർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നോർമലി ആരാണ് അത് ഡെലിവർ ചെയ്യുന്ന ആളാണ്. ഇനി ഓൺ ദി ബിഹാഫ് ഓഫ് അനദർ പേഴ്സൺ ആണെങ്കിൽ ആ സച്ച് അതർ പേഴ്സൺ ആയിരിക്കും നമ്മൾ കോപ്പിറൈറ്റിൻ്റെ ഓണർ എന്ന് പറയുന്നത്. ദെൻ അഞ്ചാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗവൺമെൻറ് വർക്കാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഗവൺമെൻറ് ആയിരിക്കും കോപ്പിറൈറ്റിൻ്റെ ഓണർ. അവിടെയും എന്തുണ്ട്, ഇൻ ദ ആബ്സെൻസ് ഓഫ് ആൻ എഗ്രിമെൻറ്റ് ടു ദ കോൺട്രറി, അതായത് ഇതിന് വിപരീതമായിട്ട് ഒരു എഗ്രിമെൻറ്റ് ഇല്ലാത്തടത്തോളം കാലം ഒരു ഗവൺമെൻറ്റിൻ്റെ വർക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഗവൺമെൻറ് ആയിരിക്കും അതിൻ്റെ ഓണർ എന്ന് പറയുന്നത്. ദെൻ ആറാമത്തെ പോയിൻ്റാണ് ഇൻ ദ കേസ് ഓഫ് എ വർക്ക് മെയ്ഡ് ഓർ ഫസ്റ്റ് പബ്ലിഷ്ഡ് ബൈ എനി പബ്ലിക് അണ്ടർടേക്കിംഗ് such public undertaking shall be the first owner of the copyright in the absence of an agreement to the contrary. അപ്പോൾ ഇതും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പബ്ലിക് അണ്ടർടേക്കിങ്ങിൻ്റെ അണ്ടറിലാണ് അവരാണ് ആദ്യമായിട്ടൊരു വർക്ക് മേക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഒരു പബ്ലിക് അണ്ടർടേക്കിങ്ങിനെ ആയിരിക്കും ഇതിൻ്റെ ഫസ്റ്റ് ഓണർ എന്ന് പറയപ്പെടുന്നത്. എന്തിൻ്റെയാണ്? കോപ്പിറൈറ്റിൻ്റെ ഫസ്റ്റ് ഓണർ. അത് കഴിഞ്ഞിട്ട് ഏഴാമത്തതാണ് ഇഫ് എൻ എംപ്ലോയി ടീച്ചിങ് ഇൻ എ സ്കൂൾ, കോളേജ് ഓർ യൂണിവേഴ്സിറ്റി റൈറ്റ്സ് എ ബുക്ക് ഓൺ ദ സബ്ജക്റ്റ് ഹി ടീച്ചസ്, he is the author and owner of the copyright because he is employed to teach and not to write textbook. അപ്പം ഇവിടെ എന്താണ്, ഒരു എംപ്ലോയി എന്ന് പറയുന്നത് ഒരു സ്കൂളിൻ്റെ ഒരു എംപ്ലോയി ആണ് അവിടെ ഒരു ടീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടീച്ചർ സ്കൂളിൽ ഒരു കോളേജിലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലോ എവിടെയെങ്കിലും പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ. അപ്പോൾ അദ്ദേഹം ഒരു ബുക്ക് എഴുതുകയാണ്. അദ്ദേഹം പഠിപ്പിക്കുന്ന വിഷയത്തിൽ ഒരു ബുക്ക് എഴുതി കഴിഞ്ഞാൽ ആ ഒരു ബുക്കിൻ്റെ ഓതർ എന്ന് പറയുന്നതും ആ ഒരാളായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ കോപ്പിറൈറ്റിൻ്റെ ഓണർ എന്ന് പറയുന്നതും ഓണർഷിപ്പും ആർക്കായിരിക്കും? ആ ഒരു ടീച്ചറിന് തന്നെ ആയിരിക്കും. കാര്യം നമ്മൾ ആദ്യം പറഞ്ഞ കേസ് പോലെ എംപ്ലോയറിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ആ ഒരു പ്രൊപ്പറേറ്റർക്ക് അത് കിട്ടുന്നത് പോലെ ഇവിടെ ആ ഒരു സ്കൂളിനോ അല്ലെങ്കിൽ ആ മാനേജ്മെൻറ്റാണ് അവിടുത്തെ എംപ്ലോയർ എന്ന് പറയുന്നത്. അവർക്ക് ഈ ഒരു കോപ്പിറൈറ്റിൻ്റെ ഓണർഷിപ്പ് പോകത്തില്ല. കാര്യം എന്താണ്, അവർ ഈ ഒരാളെ അവിടെ എംപ്ലോയി ആയിട്ട് വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരിക്കലും ബുക്ക് എഴുതാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെ ബുക്ക് എഴുതാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒരാളെ വെക്കുന്നതെന്നുണ്ടെങ്കിൽ അയാളുടെ കോഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ സമയത്ത് അയാൾ ചെയ്തൊരു വർക്കായിട്ട് അത് കണക്കാക്കും. സോ അതിൻ്റെ ഓണർഷിപ്പ് ആർക്ക് പോകും? ആ ഒരു പ്രൊപ്പറേറ്റർക്ക്, ആ ഒരു എംപ്ലോയർക്കായിരിക്കും പോകുന്നത്. സോ ഈ ഒരു കേസിൻ്റെ അകത്ത് ഇവിടെ ആർക്കായിരിക്കും? അത് ആ ഒരു പേർപ്പസിന് വേണ്ടി അല്ല അദ്ദേഹത്തിന് എംപ്ലോയ്ഡ് ആയിട്ടുള്ളത്. സോ അതുകൊണ്ട് ആ ഒരു കോപ്പിറൈറ്റിൻ്റെ ഓണർ എന്ന് പറയുന്നതും ആ ഒരു ബുക്കിൻ്റെ ഓതർ എന്ന് പറയുന്നതും ആ ഒരു ടീച്ചറായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആ ഒരു കോപ്പിറൈറ്റിൻ്റെ ഓതറും അതുപോലെ തന്നെ ഓണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളും അതിൻ്റെ അകത്ത് വന്ന ജനറൽ എക്സെപ്ഷൻസും. സോ ഇത്രയാണ് ആ ഒരു ടോപ്പിക്കിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, ആൻഡ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.